എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള അഹം ബ്രഹ്മാസ്മി എന്ന പഠന പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ശ്രീ ശങ്കരാചാര്യ വിരചിത സൗന്ദര്യ ലഹരിയെക്കുറിച്ചുള്ള വിശദമായ പഠനം കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത് എന്താ പറയുക, പേര് കിട്ടുന്നില്ല, രണ്ടാമത്തെ സെഷനിലെ ക്ലാസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ക്ലാസ്സുകളിൽ എടുത്തു തരുന്ന നമ്മുടെ ബഹുമാന്യനായ ഗുരുനാഥൻ ശ്രീ ജയകൃഷ്ണൻജിയെ സാദരം പ്രണമിക്കുകയാണ്. ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ ജയകൃഷ്ണൻജിയെ സാദരം ക്ഷണിക്കുന്നു. ജയശങ്കര ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി ശ്രദ്ധഭവതു മേ സദാ. സവിത്രീർഭീർവാചാം ശശിമണിശിലാഭംഗിരുചിഭിः വശന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹദം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈ. ഓം ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. എല്ലാവർക്കും നമസ്കാരം. ലോകഗുരുവായ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന കൃതികളെ അർത്ഥമറിഞ്ഞ് ഉപാസനയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ജീവിത ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിനു വേണ്ടി അർത്ഥം ധർമ്മം അർത്ഥം കാമം മോഹം ഇങ്ങനെ പുരുഷാർത്ഥങ്ങളെ നേടുന്നതിനു വേണ്ടി അർത്ഥമറിഞ്ഞ് പഠിക്കുവാനായിട്ടാണ് നാം ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ കൃതികളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യ ഭാഗത്ത് നാം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സൗന്ദര്യലഹരി എന്ന കൃതിയെ അർത്ഥമറിഞ്ഞ് പഠിച്ചു. അത് ഉപാസനാക്രമമാണ് എന്ന് നാം പറഞ്ഞു. അത് ഉപാസിക്കുന്നവരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ പലരുമുണ്ട് എന്നറിയുന്നതും ചാരിതാർത്ഥജനകം തന്നെ. അതിനുശേഷം നമ്മൾ ജീവിത ലക്ഷ്യങ്ങളെ പുരുഷാർത്ഥങ്ങളെ ആചരണത്തിലൂടെ നേടുന്ന രീതിയാണ് ഭക്തിമാർഗത്തിലൂടെ തന്നെ കർമ്മം ചെയ്തുകൊണ്ട് ഭക്തിയിലൂന്നിക്കൊണ്ട് നേടുന്ന ജീവിതമാർഗമാണ് ഭജഗോവിന്ദം എന്ന് പറയുന്ന മോഹമുദ്ഗുരം. ഒരു പ്രകരണ ഗ്രന്ഥമാണ് മോഹമുദ്ഗുരം. ഉദ്ഗുരം എന്ന് പറഞ്ഞാൽ ഉലക്ക കൊണ്ട് മോഹത്തെ അടിച്ചു മാറ്റുന്ന എന്നാണ്. അങ്ങനെ മോഹമുദ്ഗുരം എന്ന് പറയുന്ന ഈ പ്രകരണ ഗ്രന്ഥം അർത്ഥമറിഞ്ഞ് നാം പഠിച്ചു വരുന്നത്. ഇതിന് രണ്ട് രീതികളുണ്ട് എന്ന് പറഞ്ഞു. രണ്ട് ഭാഗമായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ദ്വാദശ പഞ്ചരിക എന്നും ചർപ്പട പഞ്ചരിക എന്നും ഉണ്ട് എന്ന് പറഞ്ഞു. ചർപ്പട പഞ്ചരികയിൽ ഇപ്പം ശങ്കരാചാര്യസ്വാമികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളെക്കുറിച്ചും ഈ കൃതി എഴുതുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും എല്ലാം നാം വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ചർപ്പട പഞ്ചരികയിലെ 14 ശ്ലോകങ്ങളാണ് ഉണ്ടാവേണ്ടത്. എന്നിരുന്നാലും 19ഓളം ശ്ലോകങ്ങൾ അതിൽ കണ്ടുവരുന്നുണ്ട്. ആ ചർപ്പട പഞ്ചരികയിലെ 4ാമത്തെ ശ്ലോകമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. അത് എന്താണെന്ന് നോക്കാം. യാവദ്വിത്തോപാർജന സക്ത താവൻ നിജ പരിവാരോ രക്ത
പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം പൃച്ഛതി കോപി ന ഗേഹേ. ഒന്നുകൂടെ ചൊല്ലി നോക്കട്ടെ. യാവദ്വിത്തോപാർജനസക്ത, യാവത്ത് എന്നാണ്. അതായത് ഏതൊരു കാലത്തോളമാണോ, എത്ര കാലത്തോളമാണോ, യാവത് എന്നാണ്. യാവദ്വിത്തോപാർജനസക്ത, യാവത് വിത്തം, വിത്തം എന്ന് പറഞ്ഞാൽ ധനം, ധനം ആർജിക്കുക. പിന്നീട് ആർജന, ആർജന എന്ന് പറഞ്ഞാൽ സമ്പാദനം. യാവദ്വിത്തോപാർജനസക്ത, അപ്പോ ഏതൊരു കാലത്തോളമാണോ ധനസമ്പാദനം, ധനമാർജനത്തിന് വേണ്ടിയായിട്ട് സക്തനായിട്ട്, ആസക്തനായിട്ട്, ഇവിടെ സക്തനല്ല, ധനം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ധനം സമ്പാദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആസക്തനായിട്ട് ധനസമ്പാദനം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അപ്പോഴോ താവൻ നിജപരിപാരോ രക്ത, അപ്പൊ അങ്ങനെയുള്ള കാലത്ത് താവത്, അത്രത്തോളം കാലത്ത്, നിജപരിവാരോ രക്ത, ആ നിജപരിവാരങ്ങള്, നിനക്ക് നിന്റെ തന്നേതായ നിനക്ക് ആവശ്യമുള്ള പരിവാരങ്ങൾ, നമ്മൾ കേട്ടിട്ടില്ല, രാജാവ് വരുന്നു, ഇതിപ്പം മന്ത്രിമാര് പോകുന്നു, പരിവാരങ്ങളോടുകൂടി അല്ലെങ്കിൽ ബന്ധുക്കളോടുകൂടി എല്ലാം ചെല്ലുന്നതാണ്. അപ്പോ എത്രത്തോളം കാലം ധനം വിത്തോപാർജന ശക്തനായിട്ട്, ധനസമ്പാദനത്തിനായിട്ട് ഒരുവൻ താല്പര്യത്തോടെ ധനം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു, അപ്പൊ അയാളിൽ നിന്ന് വല്ലതും കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ട് എന്താണ്, താവന്നിജ പരിവാരോ രക്ത. അപ്പം രക്ത എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സ്നേഹം എന്നാണ്. ഇവിടെ രാഗസ്നേഹമുള്ളവനെയാണ്, സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹത്തോട് താല്പര്യം കാണുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താണ്, ആരക്തനായിട്ട്, അദ്ദേഹത്തിനോട് രമിക്കുന്നവനായിട്ട്, അദ്ദേഹത്തിനോട് താല്പര്യമുള്ളവനായിട്ട്. ഇപ്പൊ പരിവാരോ രക്ത, പരിവാരോ രക്ത, ആരക്തനായിട്ട്, അതിൽ രക്തനായിട്ട്, അദ്ദേഹത്തിൽ താല്പര്യമുള്ളവനായിട്ട്. ആര്? ഈ പരിവാരങ്ങളെല്ലാം, ബന്ധുജനങ്ങളും പരിവാരങ്ങളും ഈ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം തന്നെ അദ്ദേഹത്തിൽ താല്പര്യമുള്ളവരായി തീരും. എന്നാൽ അദ്ദേഹം പണമൊന്നും കൊടുത്തില്ലെങ്കിൽ താല്പര്യം ഒട്ടും ഉണ്ടാവുകയുമില്ല. അപ്പൊ വിത്തോപാർജനത്തിൽ ബുദ്ധിമുട്ടുണ്ടായി എന്നും വരാം. അപ്പം യാവദ്വിത്തോപാർജന സക്ത താവൻ നിജ പരിവാരോ രക്ത പശ്ചാജീവതി ജർജരദേഹേ. അതിനകത്ത് ചില പാഠങ്ങളിൽ പശ്ചാദ്ധാവതി എന്നുണ്ടാവാം. അപ്പോൾ പശ്ചാത് ജീവതി എന്നും കണ്ടിരിക്കുന്നു, പശ്ചാത് ധാവതി എന്നും കണ്ടിരിക്കുന്നു. ധാവതി എന്ന് പറഞ്ഞാൽ ഓടുക, ഏത് ഈ ജീവിതം ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിലാണ്. ഈ ആത്മാവ് ഈ ശരീരത്തിൽ കയറിയിട്ട് എന്താണ്, ഈ സംസാര ദുഃഖങ്ങളിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനാണ് ധാവതി എന്നവിടെ ഉദ്ദേശിക്കുന്നത്, ഓടിക്കൊണ്ടേയിരിക്കുക. ജീവതി, ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന. അപ്പം പശ്ചാത് എന്ന് പറഞ്ഞാൽ പിന്നീട്. ജീവതി ജർജരദേഹേ, ജർജരദേഹേ എന്ന് പറഞ്ഞാൽ ജരാനരകളെല്ലാം ബാധിച്ചിട്ടുള്ള ശരീരത്തോടു കൂടി. ജർജരം, ജരാനരകള്, ദേഹേ ദേഹം, ജർജരദേഹേ ജരാനരകളെല്ലാം ബാധിച്ചുകൊണ്ട് ഇരിക്കുന്ന, അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ പശ്ചാജീവതി ജർജരദേഹേ വാർത്താം പൃച്ഛതി കോപി ന ഗേഹേ. ഗേഹേ അപി, വീട്ടിൽ പോലും, ഗേഹേ അപി പോലും, ഗേഹേ വീട്ടിൽ പോലും എന്താണ്, കോ പിന ഗേഹേ, കോ ക ഒരുവൻ, അതായത് ഒരാള് പോലും, കോ നപി ഗേഹേ, അപ്പൊ വീട്ടില് ഗേഹേ ക അപി കോ, ആരും തന്നെ, വീട്ടിലുള്ള ആരും പോലും ഇയാളോട് എന്താണ് വാർത്ത, ഒന്ന് കുശലം അന്വേഷിക്കാൻ പോലും നിൽക്കാറില്ല എന്നാണ്. അപ്പോ ജരാനരകൾ ധനം ധാരാളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ചുറ്റും ഒരു പരിവാര വൃന്ദങ്ങൾ ഉണ്ടാവാം, ബന്ധുക്കളുണ്ടാവാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവര് എപ്പോഴും കൂട്ടം നിൽക്കും, എനിക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതെല്ലാം ഉണ്ടാകും. ജരാനരകളെല്ലാം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്, യാതൊരു പ്രയോജനവുമില്ല. കാരണം പിന്നെ ബന്ധുക്കളൊന്നും ഇയാൾ സമ്പാദിക്കുന്നില്ല, കൊടുക്കുന്നില്ല എന്നൊരവസ്ഥയായി കഴിയുമ്പോൾ പിന്നെ ആരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവുന്നില്ല. ജരാനരകൾ ബാധിച്ച് ആ ശരീരം അവിടെ വാർത്താം പൃച്ഛതി കോപിന ഗേഹോ, വീട്ടിൽ പോലും നിനക്ക് എന്താണ്, സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും ഒരുവനില്ല. അപ്പൊ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രമേ ആൾക്കാർ കൂട്ടത്തിൽ ഉണ്ടാകുകയുള്ളൂ
എന്നാണ് ഇവിടെ പറഞ്ഞു വന്നത്. നമ്മൾ അതൊന്നുകൂടെ നോക്കാം. യാവദ്വിത്തോവാർജനസക്ത താവൻ നിജ പരിവാരോ രക്ത പശ്ചാജീവതി ജർജരദേഹേ വാർത്താം പൃച്ഛതി കൂപിനഗേഹേ. നമ്മൾ ഇതിന് തത്തുല്യമായിട്ട് ഒരു ശ്ലോകം നമ്മൾ ഈ ദ്വാദശ പഞ്ചരികയിൽ പഠിച്ചു, ഓർമ്മയുണ്ടോ? അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തിത സുഖലേശ സത്യം പുത്രാദഭിധന ഭാജാം ഭീതി സർവത്രൈഷ വിഹിതാരീതി. അപ്പം ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. എന്താണ്? ഒരുവൻ ഒരു സ്വന്തം ആസക്തിയോടുകൂടി ധനം സമ്പാദിക്കുന്നു. അപ്പോൾ ഈ ധനം സമ്പാദിക്കാൻ ഒറ്റയ്ക്ക് സാധ്യമല്ല, ആരെങ്കിലുമൊക്കെ കൂട്ടത്തിൽ വേണം. അപ്പോൾ അവർക്കുമൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണല്ലോ, പിശുക്കുമുണ്ടാവും, ലുബ്ധനുമാകും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം സമ്പാദിച്ചിരിക്കുന്നിടത്തോളം കാലം അവരിൽ നിന്ന് വല്ലതുമൊക്കെ ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിജപാരിവാരോ രക്ത, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും പരിവാരങ്ങളുമെല്ലാം അദ്ദേഹത്തോട് താല്പര്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി എന്നാണ് ഇവിടെ രക്തത്തിൻ്റെ അർത്ഥം. രക്ത, അപ്പം അങ്ങനെ സ്നേഹത്തോടു കൂടി ബന്ധുക്കളെ പോലെ കഴിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും. അവശനിലയിലായി കഴിഞ്ഞാലോ ആരുമില്ല. പശ്ചാജീവതി ജർജരദേഹേ, അപ്പോൾ ജീവൻ എങ്ങനെയെങ്കിലും പിന്നെ കഴിച്ചു കൂട്ടുകയാണ്, ആരും സഹായത്തിനില്ല. പണ്ട് കാലത്ത് കഴിഞ്ഞതിൽ നമ്മൾ ഭീമാവർജിതം പിണ്ണം എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? ഭീമൻ തരുന്ന പിണ്ണമാണ് നീ കഴിക്കുന്നത്, ഇനി ഇവിടെ നിന്ന് കാട്ടിലേക്ക് പൊക്കോളണം എന്ന് വിതുരര് പറയുന്നതായിട്ട് കഴിഞ്ഞ ഭാഗത്ത് നാം പഠിച്ചപ്പോൾ പറയുകയുണ്ടായി ഇല്ലേ? അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. ധനം സമ്പാദിക്കുമ്പോൾ ആൾക്കാരുണ്ടാവും, അത് അവരുടെ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയാണ്. ഈ ധനം അതുമാത്രമല്ല, ഈ ധനം വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിലോ? കാരണം നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞു, ഈ ധനം ഉണ്ടാക്കുന്നത് ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം. പക്ഷെ അത് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയും കൂടെ വേണം എന്ന് പറഞ്ഞു. ധർമ്മത്തിലൂടെ അർത്ഥത്തെ സ്വരൂപിക്കാം. അത് ജീവിതത്തിന് വേണ്ട ആ കാമനകളെയെല്ലാം പൂർണ്ണമാക്കുവാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നീടോ അതിൻ്റെ വഴി മോക്ഷത്തിന് വേണ്ടി ആയിരിക്കണം എന്നുള്ളതാണ്. നാം ഇത് മുമ്പ് പറയുകയും ചെയ്തു, ആപദാർത്ഥം ധനം രക്ഷേത് ശ്രീപദാം ആപദം ഗുരു എന്ന് നീതിസാരത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ ആദ്യം പറയുകയുണ്ടായി. പിന്നെ അത് മാത്രമല്ല, അപ്പം ആപത്ത് കാലത്ത് ധനം രക്ഷിക്കും, അതിനുവേണ്ടി നമ്മൾ സ്വരൂപിക്കണം. അപ്പോൾ ധനം ഉണ്ടാക്കാനായിട്ടും ജീവിതത്തിന് വേണ്ടിയും കുറേശ്ശെ പണം സമ്പാദിച്ചു വെക്കുക അനിവാര്യം തന്നെയാണ്. പക്ഷേ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ആസക്തിയാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നീട് മറ്റാർക്കും ഒന്നും കൊടുക്കാതെ ലുബ്ധനായിത്തീരുന്നൊരവസ്ഥയും കൂടെ വരുന്നു. നമ്മൾ പറഞ്ഞു എന്താണ്, ധർമ്മം സ്വത്ത് സമ്പത്ത് സമ്പാദിച്ചു കഴിഞ്ഞാലും അതെങ്ങനെ ചെലവാക്കണം എന്നൊരു ക്ലാസ്സിൽ പറയുകയുണ്ടായി. 20% എങ്ങനെയാണ് ധർമ്മത്തിന് വേണ്ടിയിട്ട്, 20% യശസ്സിന് വേണ്ടിയിട്ടല്ലേ നമുക്ക് പ്രസ് കോൺഫറൻസ് നടത്താം, നമ്മളുടെ കാര്യങ്ങൾ പറയാം, മാർക്കറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. അത് തെറ്റില്ല എന്നാണ്. അപ്പോൾ 20% ധർമ്മകാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവിട്ടിരിക്കണം, 20% യശസ്സിന് വേണ്ടി ചെലവാക്കാം. പിന്നീടോ 20% സ്വജനങ്ങളുടെ നന്മയ്ക്കും സമൂഹത്തിനും വേണ്ടി ചെലവാക്കണം. എന്താണ്? 20% സ്വന്തം ജീവിതം പച്ചപിടിപ്പിക്കുക എന്നുള്ള ഒരേ ലക്ഷ്യം മാത്രം. പിന്നീട് 20% ധനം സമ്പാദനത്തിന് വേണ്ടി. അപ്പോൾ 20% എഫേർട്ടും പണവും ധനസമ്പാദനത്തിന് വേണ്ടി കൊടുക്കുക, 20% സ്വന്തം ജീവിതം പച്ചപിടിക്കാനായിട്ട് വേണ്ടി ചെയ്യുക, 20% സമൂഹത്തിൻ്റെ നന്മയ്ക്കും സ്വജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയായിട്ട് ചെലവാക്കിക്കൊണ്ടേയിരിക്കുക. പിന്നീട് 20% യശസ്സിനായിട്ട് പറ്റും, 20% ധർമ്മത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ആ അർത്ഥം അനർത്ഥമാണ്, അതുകൊണ്ട് യാതൊരു ഫലവുമില്ല എന്നാണ് ഇത് പറയുന്നുണ്ടല്ലോ. അവനവൻ ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വന്നിടണം എന്ന് നാം പഠിച്ചിട്ടുണ്ട്. മനുഷ്യൻ മാത്രമേ ഇങ്ങനെ നാളത്തേക്ക് വേണ്ടി ആസക്തി കൊണ്ട് സ്വരൂപിച്ച് വയ്ക്കുന്നു. അതിനുവേണ്ടി ഒരു ശ്ലോകം ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. ഹേ മർത്യ, ഭോഗത്തിനു വേണ്ടി വിത്തം കൂമ്പാരമാക്കുന്നവനല്ലയോ നീ, നാളേക്കു വേണ്ടതൊന്നെടുത്തിടാത്ത മൃഗത്തിനെ അങ്ങ് നമസ്കരിക്കൂ എന്ന് നാം
പറയുകയുണ്ടായി. അപ്പോൾ വിത്തം സ്വരൂപിക്കണം, സ്വരൂപിക്കുന്നത് ധർമ്മ മാർഗത്തിന് വേണ്ടി ചെലവാക്കണം, യശസ്സിന് വേണ്ടി ചെലവാക്കണം, സ്വന്തം ജീവന് വേണ്ടി ചെലവാക്കണം, മോക്ഷത്തിന് വേണ്ടി ചെലവാക്കുക. ഇങ്ങനെയാണ് എങ്കിൽ മാത്രമേ ആ വിത്തത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. അതില്ലെങ്കിൽ അവസാന കാലത്ത് യാതൊരു പ്രയോജനവുമില്ല. ജരാനരകൾ ബാധിച്ച് ആരും തന്നെ തിരിഞ്ഞു നോക്കാനായിട്ട് യാതൊരു പ്രയോജനവുമില്ലാതെ ജീവിക്കേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ അർത്ഥത്തിന് രണ്ട് കഥകൾ ഇപ്പം മനസ്സിൽ വരുന്നത്, ഭാഗവതത്തില് ഏകാദശ സ്കന്ധത്തില് ഭിക്ഷുഗീതയുണ്ട് അല്ലേ? ആ ഭിക്ഷുഗീതയില് ഭഗവാൻ തന്നെ പറയുന്നതായിട്ടാണ് ഉദ്ധവരോട്. അപ്പോ ആ ഭിക്ഷുഗീതയിൽ പറയുന്നത് എന്താണ്? അവന്തിക എന്ന ഗ്രാമത്തില് ഒരു ബ്രാഹ്മണൻ, കർഷകനായിരുന്ന ഒരു ബ്രാഹ്മണൻ അധികമായ ധനം സ്വരൂപിച്ചു എന്നുള്ളതാണ്. അപ്പോ ആ ധനം പക്ഷെ എന്താണ്, അദ്ദേഹം യാതൊരു പ്രയോജനവുമില്ലാതെ അദ്ദേഹം വേണ്ട വിധം മഹാത്മാക്കള് ദുർജനവാക്യങ്ങൾ കേട്ടിട്ട്, ആൾക്കാര് ദുർജനങ്ങളായ ആൾക്കാർ പറയുന്നത് കേട്ട് തൻ്റെ ധർമ്മത്തെയും കർമ്മത്തെയും എല്ലാം മറന്ന് ആർക്കും പ്രയോജനമില്ലാതെ ആ ധനം ഇങ്ങനെ യക്ഷൻ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ കൊണ്ടു നടന്നു. അത് കഴിഞ്ഞ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭിക്ഷുവിൻ്റെ ഗീതമായിട്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എന്താണ്? കേനചിത് ഭിക്ഷുണാ ഗീതം പരിഭൂതേന ദുർജനൈ സ്മരത ധൃതിയുക്തേന വിഭാഗം നിജകർമ്മണാം. അപ്പോൾ ദുർജനങ്ങളാൽ പറയുന്നതെല്ലാം കേട്ടിട്ട് തൻ്റെ കർമ്മഫലം എന്ന് കരുതി സഹിക്കുന്നവനായ ഒരു ഭിക്ഷു പാടിയ ഗീതം നിങ്ങൾ അറിഞ്ഞോളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? അവന്തിഷുദ്വിജ കശ്ചിദാസീദാഢ്യതമശ്രിയ വാർത്താവൃത്യകതര്യസ്തു കാമി ലുബ്ധതോദിഗോപന. അവന്തി ദേശത്ത്, അവന്തി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ദേശത്ത് കൃഷി വാണിജ്യം എല്ലാം നടത്തിക്കൊണ്ട് ജീവിക്കുന്നവനും, അതുപോലെ എന്താണ്, അവന്തിഷു കശ്ചിദാസീദാഢ്യതമശ്രിയ വാർത്താവൃത്യകതര്യസ്തു കാമി ലുബ്ധതോദിഗോപന ജ്ഞാതയോതിധയസ്തസ്യ വാങ്മാത്രേണാവിനാർച്ചിത ശൂന്യാവസ്ഥ ആത്മാവി കാലേ കമൈരണർച്ചിതാം. അപ്പൊ ഇദ്ദേഹം എന്താണ്? വളരെ കാമാസക്തനും ലുബ്ധനും. എന്ത്? തനിക്ക് വേണ്ടി മാത്രം, ഇവിടെ ധനം സമ്പാദനം എന്ന കാമമാണ് അദ്ദേഹത്തിന്, മറ്റൊന്നുമില്ല. അപ്പൊ വളരെ കാമാസക്തനും അതിപിശുക്കനും ലുബ്ധനും അതിലെല്ലാം ഉപരിയായിട്ട് അതികോപിഷ്ടനുമാണ്, ഐശ്വര്യസമ്പന്നവാനുമാണ്. ആ ഗ്രാമത്തിലെ ഏറ്റവും അതിസമ്പന്നനും ഐശ്വര്യവാനുമാണ്. പക്ഷെ എന്താണ്? അദ്ദേഹത്തിന് അതിപിശുക്കനാണ്, ലുബ്ധനാണ്, ആർക്കുമൊന്നും കൊടുക്കില്ല, തൻ്റെ കാമങ്ങൾക്ക് വേണ്ടി മാത്രമേ പണം ചെലവാക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇത് കേട്ടിട്ട് എന്താണ്? ജ്ഞാതയോതിധയസ്തസ്യ വാങ്മാത്രേണാഭിനാർച്ചിതാം ശൂന്യാവസ്ഥ ആത്മാപി കാലേ കമൈരണർച്ചിതാം ദുശീലസ്യ കദര്യസ്യ ദൃഹ്യന്തേ പുത്രബന്ധവ ദാരാദുഹിതരോ ഭൃത്യാ വിഷണ്ണോനാചരൻ പ്രിയം തസ്യൈവം യക്ഷവിത്തസ്യ അച്യുതസ്യോ ഭയലോകത ധർമ്മകാമവിഹീനസ്യ ചുക്രുധു പഞ്ചഭാഗിന. അപ്പോൾ അയാളുടെ ബന്ധുക്കളും ഞാൻ ഓരോ വരികളിലും ഓരോ അർത്ഥങ്ങളുണ്ട്, അതുകൊണ്ടാണ് അത് ആ ഒരു 5-6 വരികൾ വായിച്ചു തന്നെ കേൾപ്പിക്കാം. അപ്പോൾ അയാളുടെ ബന്ധുക്കളും ഈ ബ്രാഹ്മണരുടെ ബന്ധുക്കളും അതിഥികളും എല്ലാം വാക്കുകൾ കൊണ്ട് പോലും ഇദ്ദേഹത്തെ ആദരിച്ചിരുന്നില്ല എന്നാണ്. അപ്പം ഇദ്ദേഹത്തെ നിന്ദിച്ചു. എപ്പോഴും വർത്തമാനം പറയുമ്പോഴാണെങ്കിൽ പോലും ഇദ്ദേഹത്തെ കളിയാക്കുക, നിന്ദിക്കുക, യാതൊരു ആദരവും കൊടുക്കാതെ തന്നെ. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വന്തം ആത്മാവ് പോലും ധർമ്മത്തിന് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ശൂന്യപ്രായമായ ഗൃഹത്തിൽ അതുകൊണ്ട് ആ ഒരു കാമങ്ങളെയും ഒരു ആഗ്രഹങ്ങളെയും ആരും അതിന് ആരാധിച്ചുമില്ല, ആരും താല്പര്യപ്പെട്ടിരുന്നുമില്ല എന്നാണ്. അങ്ങനെ ദുശീലസ്യ കദര്യസ്യ ദൃഹ്യന്തേ പുത്രബാന്ധവ ദാരാദുഹിതരോ ഭൃത്യ വിഷണ്ണാനാചരൻ പ്രിയം. ദുഷ്ടശീലനും ദുരാചാരനും നീചനുമായ അയാളുടെ എന്താണ് പുത്രന്മാരും ബന്ധുക്കളും എല്ലാം ദ്രോഹിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. കാരണം ഇയാൾ ദുഷ്ടനായതുകൊണ്ട് ബാക്കി നാട്ടുകാരും ഇവരുടെ കുടുംബക്കാരെയും എല്ലാം ഉപദ്രവിക്കുവാൻ തുടങ്ങി. അപ്പോൾ പത്നി, പുത്രിമാര്, ഭൃത്യന്മാർ ഇവരെല്ലാവരും മുതലായവരും വളരെ ദുഃഖിതരായി. അവരെല്ലാം ഇയാൾക്ക് യാതൊരു പ്രിയവും ചെയ്യാതെ അപ്രിയരായി മാറി എന്നുള്ളതാണ്. തസ്യൈവം യക്ഷവിത്തസ്യ അച്യുതസ്യോ ഭയലോകതാം
ധർമ്മകാമവിഹീനസ്യ ചുക്രുധു പഞ്ചഭാഗിന. അപ്പൊ നിധി കാക്കുന്ന ഭൂതം തസ്യൈവം യക്ഷവിത്തസ്യ. നമ്മളങ്ങനെ പറയാറില്ലേ കുട്ടിക്കാലം മുതൽ, നിധി കാക്കുന്ന ഭൂതത്തെ പോലെ. അങ്ങനെ കാർട്ടൂണും ഒക്കെ ഉണ്ടല്ലോ. തസ്യൈവം യക്ഷവിത്തസ്യ അച്യുതസ്യോഭയലോകത ധർമ്മകാമവിഹീനസ്യ ചുക്രുധു പഞ്ചഭാഗിന. അങ്ങനെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കഴിയുകയാണ്. അപ്പൊ ഇഹപരലോകങ്ങളിൽ എല്ലാം ഭ്രഷ്ടനായിരിക്കുന്നു. അപ്പോ ധർമ്മമില്ല, സമൂഹത്തിന് വേണ്ടിയുള്ള കാമങ്ങളൊന്നും തന്നെ ഇല്ല. അവൻ്റെ നേരെ പഞ്ചയജ്ഞ ദേവതകൾ ആരാന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ പഞ്ചയജ്ഞ ദേവതകൾ എല്ലാം തന്നെ മുഖം തിരിഞ്ഞു, ഈ അകൃത്യം കൊണ്ട് ഇദ്ദേഹത്തോട് കോപിച്ചു എന്നാണ്. അപ്പം ജ്ഞാതയോ ജഗ്രഹ കിഞ്ചിത് കിഞ്ചിതസ്യ ബൗദ്ധവ ദൈവത കാലത കിഞ്ചിത് ബ്രഹ്മബന്ധോ നൃപാർത്ഥിവാദ്. അപ്പോ പഞ്ചയജ്ഞ ദേവതകളെ എല്ലാം അപമാനിച്ചത് കൊണ്ട്, എന്താണ് അപമാനം എന്ന് പറയുന്നത്? ഷോഡശകർമ്മങ്ങളാൽ ബ്രാഹ്മണ വിധി പ്രകാരമുള്ള ബ്രഹ്മകർമ്മങ്ങളെ ഒന്നും തന്നെ ചെയ്യാതെ സമൂഹത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞു എങ്ങനെ ധനം സമ്പാദിക്കാം, ധനം എങ്ങനെയൊക്കെ ചെലവാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ യാതൊരു സുഹൃതവും ചെയ്യാതെ കിട്ടിയിരിക്കുന്ന, തൻ്റെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് കിട്ടിയിരിക്കുന്ന ഒരു നല്ല ജന്മത്തെ ധർമ്മം കൊണ്ട്, ധർമ്മത്തിനെ നഷ്ടപ്രായത്തിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ പഞ്ചയജ്ഞ ദേവതകളെല്ലാം ഇദ്ദേഹത്തിന് എതിരായി. അപ്പൊ അങ്ങനെ ബ്രാഹ്മണാധമനായതുകൊണ്ട് തന്നെ അവൻ്റെ കുറെ ധനം മുഴുവൻ എന്താണ്, ജ്ഞാതയോ ജുഗൃഹു കിഞ്ചിത് കിഞ്ചിതസ്യ ബൗദ്ധവ ദൈവതക്കാരത കിഞ്ചിത് ബ്രഹ്മബന്ധോ നൃപാർത്ഥിവാത്. കുറെ ധനം കള്ളന്മാർ കൊണ്ടുപോയി, കുറച്ച് തീ പിടിച്ചു പോയി, കുറെ കാലദോഷം കൊണ്ട് കുറെ രാജാക്കന്മാർ കൊണ്ടുപോയി, പിന്നുള്ള മറ്റുള്ളവർ നിമിത്തമായിട്ട് പൂർണ്ണമായിട്ടും നശിച്ചു എന്നാണ്. അപ്പൊ ഇങ്ങനെ സയേവം ദ്രവിണേ നഷ്ടേ ധർമ്മകാമ വിവർജിത ഉപേക്ഷിതശ്ച സുജനൈ ചിന്താമാവതുരത്യയാം. അപ്പൊ നോക്കൂ, ഇവിടെയാണ് സുഹൃതം വരുന്നത്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഭഗവാനെ ഭജിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ജന്മത്തിലും ശക്തമായ ഗോവിന്ദ ഭജനം ഉണ്ടെങ്കിൽ, ആ ഭഗവാന്റെ സുഹൃതം. നമ്മളെ ഗുരുവായൂരപ്പനെ പോയി കണ്ടില്ലല്ലോ, എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കണ്ട. എത്ര തിരക്കാണ്, 1000 രൂപ ക്യൂ എടുത്തൊക്കെ നമ്മൾ കാണുന്നു. പക്ഷെ ഞാനങ്ങനെ കാണുന്നതിലല്ല, നമ്മളവിടെ ചെല്ലുമ്പോൾ കണ്ണടച്ചു പോകും അല്ലേ. പക്ഷെ ആ ഭഗവാൻ നമ്മളെ കാണുന്നു എന്നുള്ളതിലാണ്. അപ്പോഴാണ് പറയാറില്ല, ഇതിൽ പറയുന്നുണ്ടല്ലോ, എന്താണ് ഭഗവാൻ പറഞ്ഞതായിട്ട്, നമേ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ തൻ്റെ ഭക്തന്മാർക്ക് അവസാനം നാശമുണ്ടാവാൻ ഭഗവാൻ സമ്മതിക്കില്ല, ആ ബ്രഹ്മജ്ഞാനം നൽകുക തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ്, സയേവം ദ്രവിണേ നഷ്ടേ ധർമ്മകാമ വിവർജിത ഉപേക്ഷിതശ്ച സ്വജനൈ ചിന്താമാപതുരത്യയാം. ഇങ്ങനെ ധനമെല്ലാം നശിച്ചു. ഈ ധനമെല്ലാം നശിച്ചപ്പോൾ ധർമ്മമോ കാമമോ ഒന്നുമില്ലാതെ സ്വന്തം ജനങ്ങളാലും പരിത്യജിക്കപ്പെട്ടു. ഇവിടെ ഇപ്പം നമ്മളെന്താ പറഞ്ഞേ, അതുവരെ ആൾക്കാരൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. പശ്ചാത്തീവത് ജർജരദേഹേ വാർത്താം പൃച്ഛതി കോപിനഗേഹേ. ഇവിടെ അതാണ് സയേവം ദ്രവിണേ നഷ്ടേ ധർമ്മകാമ വിവർജിത ഉപേക്ഷിതശ്ച സുജനൈ ചിന്താമാപതുരത്യയാം. ഇങ്ങനെ ധനം മുഴുവൻ നശിച്ചപ്പോൾ ധർമ്മമോ കാമമോ ഒന്നുമില്ലാതെ ആയിട്ട് സ്വജനങ്ങളാലും പരിത്യജിക്കപ്പെട്ടു. അവസാനം ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിന്തയിലോട്ട് പെടുകയാണ്. ഇവിടെയാണ് സുഹൃതം എന്ന് ഞാൻ പറഞ്ഞത്. തസ്യൈവം ധ്യായതോ ദീർഘം നഷ്ടരായസ്തപസ്വിന ഖുദ്ധിതോ ബാഷ്പകണ്ഠസ്യ നിർവേദ സ്വമഹാനുഭൂത്. ഇങ്ങനെ ധനമെല്ലാം നശിച്ചതിൽ ആ ബ്രാഹ്മണൻ വല്ലാതെ ചിന്താഗ്രസ്തനായി, ദുഃഖിതനായി, കണ്ണീരൊഴുക്കുന്നവനുമായിട്ട് അവന് വളരെ പെട്ടെന്ന് തന്നെ ആ സർവേശ്വരനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുകയാണ്. സാക്ഷാൽ ഭഗവാനെ ചിന്തിച്ചു, അവിടെ നിന്ന് അങ്ങോട്ട് വൈരാഗ്യം തുടങ്ങി എന്നാണ്. ആ നിമിഷത്തില് വൈരാഗ്യമുണ്ടായി എന്നുള്ളതാണ്. പിന്നീടോ സചാഹേ ദേഹം സചാഹേതമഹോ കഷ്ടം വ്യഥാത്മാമേനുതാപിത നധർമായ ന കാമായ യസ്യാർത്ഥായ സ ഈദൃശാം പ്രായേണാർത്ഥാകദര്യാണം ന സുഖായ കദാചന ഇഹചാത്മോപതാപായ മൃതസ്യ നരകായ ച. അപ്പോൾ ഇങ്ങനെ ധർമ്മത്തിനോ കാമത്തിനോ ഒന്നും ഉപകരിക്കാത്ത വിധം, ധർമ്മത്തിനോ മറ്റ് കാമത്തിനോ സ്വജനങ്ങൾക്കോ സമൂഹത്തിനോ ഒന്നും ഉപയോഗിക്കാത്ത എൻ്റെ ഈ പണം നേടാൻ, ഈ പണം ഇങ്ങനെ
നേടാൻ വേണ്ടി ഞാൻ പെട്ട എൻ്റെ ഈ ദേഹം എത്ര ക്ലേശിച്ചു, എന്ത് കഷ്ടമാണ്, ഞാൻ എന്താണ് ഈ ചെയ്തത് എന്നാണ്. അപ്പോൾ പിശുക്കന്മാരുടെ ദ്രവ്യം ഒരിക്കലും തന്നെ പ്രായേണാർത്ഥത കദര്യാണം ന സുഖായ ച കഥാചന ഇഹജാത്മോപതാപായ മൃതസ്യ നരകായ ച. പിശുക്കന്മാരുടെ ദ്രവ്യം, ധനം ഒരിക്കലും സുഖത്തിന് കാരണമായി തീരില്ല. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വന്നിടേണം. അപരന് സുഖത്തിനായി വരുന്നില്ലെങ്കിൽ സഹയജ്ഞ പ്രജാസൃഷ്ടുവ എന്ന ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പ്രജകളെ സഹയജ്ഞങ്ങൾ ചെയ്യാനായിട്ട് പല പഞ്ചയജ്ഞങ്ങളെ കുറിച്ച് ഇപ്പോഴും പറഞ്ഞു, പഞ്ചയജ്ഞ ദേവതകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ യജ്ഞങ്ങളെല്ലാം ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. അത് ചെയ്യാത്തപ്പോൾ ധർമ്മത്തിൽ ഉണ്ടാവുന്നില്ല. അങ്ങനെ യജ്ഞങ്ങളൊന്നും ചെയ്യാതെ ധനമുണ്ടാക്കണം, തനിക്ക് വേണ്ടി മാത്രം ലുബ്ധനായി ജീവിച്ചു കഴിഞ്ഞാൽ അവസാനം ഇതാണ്. പശ്ചാജീവതി ചർച്ചരദേഹേ വാർത്താം പൃച്ഛതി കോവിനഗേഹേ. വീട്ടിൽ പോലും ആരും അന്വേഷിക്കാനില്ല. യശോ യശസ്വിനാം ശുദ്ധം ശ്ലാഘ്യായേ ഗുണനാം ഗുണാം ലോഭസ്വൽപ്പോപി തൻഹന്തി ശ്രുതോ രൂപമിവേപ്സിതം അർത്ഥസ്യ സാധനേ സിദ്ധ ഉത്കർഷേ രക്ഷണേ വ്യയേ നാശോപഭോഗ ആയാസസ്ത്രാ സഞ്ചിത ഭ്രമോ നൃണാം. അപ്പോൾ ധനസമ്പാദനത്തിലും അത് കൂട്ടിവെക്കുന്നതിലും അത് രക്ഷിക്കുന്നതിലും അതിഭയങ്കരമായ ക്ലേശമാണ് ധനം സമ്പാദിക്കുന്നത്. അത് മാത്രമല്ല, ഇത് സമ്പാദിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വീണ്ടും ക്ലേശകരമാണ്. അപ്പോൾ അത് പിന്നീട് അത് ചെലവിടുമ്പോഴോ അപ്പോഴും ക്ലേശമാണ്. അപ്പം ധനസമ്പാദനത്തിന് ആർജിക്കുന്നത് ക്ലേശം, ഇത് സൂക്ഷിച്ചു വെക്കാൻ ഉണ്ടാകുന്ന ക്ലേശം, ഇത് ചെലവിടുമ്പോഴുണ്ടാകുന്ന മാനസിക ദുഃഖം, ഇങ്ങനെയെല്ലാം ചേർത്ത് ഭഗവാനെ ഭജിക്കുന്നില്ല എപ്പോഴും മനസ്സിന് ക്ലേശം തന്നെയാണ്. പരമമായ ആനന്ദത്തെ അനുഭവിക്കുവാൻ സാധിക്കാതെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ഇത് പല ദുർവാസനകളെയും 15 ദുർവാസനകളെ കുറിച്ച് പറയുന്നത്. മോഷണം, ഹിംസ, അസത്യം, ദംഭം, കാമം, ക്രോധം, അഹങ്കാരം, മതം, ഭേദം, വൈരം, അവിശ്വാസം, സ്പർദ്ധ, സ്ത്രീകള് ബന്ധം, ചൂതുകളി, മദ്യം, ഇങ്ങനെയുള്ള അത്യാസക്തികളിലോട്ട് 15 അർത്ഥങ്ങളിലേക്ക് 15 അനർത്ഥങ്ങളിലേക്ക് മനുഷ്യർക്ക് ധനം മൂലം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ ശ്രേയസ് ആഗ്രഹിക്കുന്നവര് അർത്ഥമെന്ന പേരിൽ അറിയപ്പെടാവുന്ന ഈ ദുരർത്ഥത്തെ ഉപേക്ഷിക്കണം എന്ന് ഉദ്ധവരോട് പറയുന്നതാണ് ഭഗവാൻ ഈ ഭിക്ഷുഗീതയിലൂടെ പറയുന്നത്. അത് ഈ ശ്ലോകം കണ്ടപ്പോൾ അത് ഒരു ഓർമ്മ വന്നു. അപ്പോൾ അതൊന്ന് പറയാം എന്ന് ചിന്തിച്ചു. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നീട് ഇപ്പോൾ ഇത് മാത്രമല്ല, ഈ ശ്ലോകത്തിൽ നമ്മൾ ഭാഗവതത്തിൽ തന്നെ പത്മപുരാണത്തിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അതിനകത്ത് കിടക്കുന്നില്ല. എന്നിരുന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്. പത്മപുരാണത്തിൽ തന്നെ ഭാഗവതത്തിൽ പത്മപുരാണത്തിൽ മാഹാത്മ്യത്തിൽ പഞ്ചമസ്കന്ധത്തിൽ ദുന്ധുകാരിയുടെ കഥയുണ്ട് അല്ലേ? ദുന്ധുകാരിയും ദുന്ധുലിയുടെയും കഥയില്ലേ, ഗോകർണന്റെ കഥയിൽ. അപ്പോൾ ഗോകർണന്റെ ആ കഥയിൽ പറയുന്നില്ലേ, ധനം സമ്പാദിക്കാനായിട്ട് ദുന്ധുകാരി ചെയ്തു കൂട്ടിയ ആ വിഷമങ്ങളൊക്കെ, അദ്ദേഹം പണമൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് എന്താ ഉണ്ടായത്? അദ്ദേഹം പിതരുപരതേന ജനനീതടിതാഭൃശം ക്വ വിത്തം തിഷ്ടതി ബ്രൂഹി ഹനിഷ്യേലത്തയാനചേത്. അപ്പൊ തൻ്റെ പിതാവ് വിട്ടുപോയതിനെ തുടർന്ന് ഈ ധനം തുണ്ടുകാരി അമ്മയെ ദ്രോഹിച്ചു. എന്തിന്? ഈ ധനം മുഴുവൻ പിടിച്ചു പറിക്കാനായിട്ട്. അമ്മയിൽ നിന്നും ഈ ധനം മുഴുവൻ പിടിച്ചു പറിച്ചു. എന്നിട്ടോ അങ്ങനെ അമ്മയിൽ നിന്നും ധനമെല്ലാം പിടിച്ചു പറിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് ശ്രമിച്ചു. അത് നടന്നോ? അത് നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് എന്താ ഉണ്ടായേ? കുറച്ച് സ്ത്രീകളുമായിട്ടൊക്കെ ജീവിച്ചു. അവരും എല്ലാം വന്ന് അവർക്ക് ധനം വേണം എന്ന് വിചാരിച്ച് ഒരുപാട് ധനം ഉണ്ടാക്കി. അവർ എന്ത് ചെയ്തു? ഈ ഇത്രയും പണമൊക്കെ കണ്ടപ്പോൾ അത് മോട്ടിച്ചുകൊണ്ട് വന്നതാണോ എന്ന് വിചാരിച്ചു. രാജാവ് പിടിക്കും, ഈ ധനമെല്ലാം എടുത്ത് ഇവനെ കൊന്നു രാജാവ് പിടിച്ചിട്ട് പോവാം എന്നവർ ചിന്തിച്ചു. വിത്തം ഹൃത്വാ പുനശ്ചൈനം മാരയിഷ്യതി നിശ്ചിതം അതോ അർത്ഥഗുപ്തയെ ഗൂഢഭസ്മാഭികിം നഹന്യതേ നിഹത്യൈനം ഗൃഹീത്വാർത്ഥം യാസ്യാമോ യത്ര കുത്രചിത് ഇതിതാ നിശ്ചയം കൃത്വാ സുപ്തം സംബന്ധ്യരശ്മിഭി. അപ്പോ പാശം കണ്ഠേ നിധായസ്യ തന്മൃത്യുമുപചക്രമോ ത്വരിതം നമമാരാസോ ചിന്തയായുക്ത സദ്ഭാവൻ. അപ്പോൾ ഈ ധനമെല്ലാം എടുത്തിട്ട് അവനെ കൊന്നു കളയാമെന്ന് വിചാരിച്ച് ഈ സ്ത്രീകൾ ധനമെല്ലാം എടുത്ത് ഇയാളെ പാശം കൊണ്ട് കെട്ടി കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ചത്തു. അയാൾ ആത്മാവ് നഷ്ടപ്പെട്ടില്ല. എന്നിട്ടോ വെണ്ണീർ ഒരു മുഖത്തിട്ടു. എന്നിട്ട് ഇയാളെ
കിണറ്റിലെറിഞ്ഞ് കുഴി എടുത്തിട്ട് അതിനകത്ത് മൂടി കളഞ്ഞു എന്നാണ്. അപ്പോൾ അതെന്താണ്? എന്നിട്ട് ആ സ്ത്രീകൾ ധനവും കൊണ്ട് പോയി. ഇദ്ദേഹം ഈ ധനം സമ്പാദിച്ചതോ ഇവർക്ക് വേണ്ടി ആകട്ടെ എന്നാണ്. അപ്പം ധനം അർത്ഥമല്ല അനർത്ഥമായി മാറുന്ന കഥകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ശ്ലോകം കൂടെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ എന്താണ് വേറൊന്ന് അതിന്റെ പൂർണ്ണത വരണമെങ്കിൽ യാവദ്വിത്തോ വാർജന സക്ത താവൻ നിജ പരിവാരോ രക്ത പശ്ചാജീവതിജരദേഹേ വാർത്താം പൃച്ഛതി കോപിനഗേഹേ. അപ്പോഴോ പിന്നെ എന്താ വേണ്ടേ? ഭജ ഗോവിന്ദം. അതുകൊണ്ട് സാക്ഷാൽ ഗോവിന്ദനെ ഭജിച്ചുകൊണ്ടിരിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ എന്നാണ്. അപ്പൊ ഈ ധനം സമ്പാദനത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാതിരിക്കുക, എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാവുകയും എന്തു വേണം? ഗോവിന്ദനെ ഭജിച്ചുകൊണ്ടേയിരിക്കൂ. ഗോവിന്ദം ഭജ മൂഢമതേ എന്നാണ്. അല്ലയോ മൂഢ, നീ ഗോവിന്ദനെ ഭജിക്കുക എന്നാണ്. അടുത്ത ശ്ലോകത്തിലോ പറയുന്നത് ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായംബര ബഹുകൃതവേഷ പശ്യന്നപിചന പശ്യതി ലോക ഹ്യുദരനിമേത്തം ബഹുകൃതവേഷോക. ഒന്ന് രണ്ട് പാഠഭേദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്നപി ചന പശ്യതി ലോക ഉദരനിമിത്തം ബഹുകൃതശോക. ചിലതില് ഈ മൂന്നാമത്തെ വരിയില് പശ്യന്നപി ചന പശ്യതി മൂഢ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നീടോ ഉദരനിമിത്തം ബഹുകൃതവേഷം എന്ന് എഴുതിയിരിക്കുന്നു. മിക്കവാറും ഇവിടെ ശോകം തന്നെ ആവണം, കാരണം മുകൾ വേഷം എന്ന് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഒരു റെപ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ടാവില്ല ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ എഴുത്തുകളിൽ. ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ. ജഡിലോ മുണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡിലം എന്താണ്? ജഡയോടുകൂടിയുള്ള. അപ്പൊ ജടാധാരിയായിട്ടുള്ള സാക്ഷാൽ പരമശിവന്റെ ജടാധാരി. നമുക്ക് ജഡയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അനവധി സന്യാസിമാര് ജട വെച്ചവരുണ്ട്. അത് മാത്രമല്ല, പഴയ കാലത്ത് വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ ബ്രാഹ്മണർ പുറകോട്ട് കുടുംബ വെക്കാറുണ്ട്. നമ്മൾ തെക്കോട്ട് മുമ്പോട്ട് ഇവിടെ വെക്കാറുള്ളത്. അപ്പം അങ്ങനെ കുടുംബ വെക്കാറുണ്ട്. ജഡാധാരിയായിട്ടുള്ളവര്. ഓക്കെ, അവ കുടുംബമല്ല കേട്ടോ, ജഡ തന്നെയാണ്. സന്യാസിമാരുടെ ജഡയായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുക, കുടുംബയ്ക്ക് ഉപരിയായിട്ട്. പിന്നീടോ മുണ്ടി എന്ന് പറഞ്ഞാൽ തലമുടി മൊട്ടയടിച്ച്. ശങ്കരാചാര്യസ്വാമികളുടെ പടത്തിലെല്ലാം മൊട്ടയാ അല്ലേ, അത് പൂർണ്ണമായിട്ട് തലയിൽ ഒന്നുമില്ല. ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ. ലുഞ്ചിതം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയൊക്കെ വെട്ടിമിനുക്കി നല്ല സരസന്മാരായിട്ട് സുന്ദരനാണ് എന്നുള്ള ബോധം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നവര്. ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ. ജഡ ധരിച്ചവനും മുണ്ടിതനുമായിട്ടുള്ള തലമൊട്ടയടിച്ചവര്. പിന്നീടോ ലുഞ്ചിത കേശ, ചെറുതായിട്ട് മുടിയെല്ലാം വെട്ടി ഒതുക്കി വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നവരും. കാഷായാംബര ബഹുകൃതവേഷ. അമ്പരം എന്ന് പറഞ്ഞാൽ വസ്ത്രം. കാഷായാംബര, കാഷായം കാഷായം ആ കളറാണ്. ശരിക്കും കാഷായം എന്ന് പറയുന്നത് ഭൂമിയുടെ നിറമായിട്ടാണ്. അപ്പോൾ കാഷായ വസ്ത്രം ഉണ്ടാക്കുന്നത് ഭൂമിയുടെ നിറത്തിന് ഉതകുന്ന രീതിയിലായിട്ടാണ്. അപ്പം സന്യാസിമാരുടെ വസ്ത്രം അതാണ്, ഭൂമിയുടെ നിറമായിട്ടാണ്. അതുകൊണ്ടാണ് കാഷായം അവരുടുക്കുന്നത്. പണ്ട് കാലത്ത് കാഷായ വസ്ത്രം ഉണ്ടാക്കുന്നതിന് ചില രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഭൂമിയിൽ മുക്കി മണ്ണിൽ തന്നെ പൊതിഞ്ഞ് പിഴിഞ്ഞോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല, എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ കാഷായാംബര ബഹുകൃതവേഷ, കാവ്യ വസ്ത്രത്തെ കൊണ്ട്, ചിലര് ബഹുകൃതവേഷ, ആ കാഷായ വസ്ത്രത്തെ കൊണ്ട് തന്നെ, കാഷായമായിരിക്കുന്ന ആ സാഫ്രൻ കളറുള്ള ആ തുണി കൊണ്ട് പല വിധത്തിലുള്ള വേഷങ്ങൾ കെട്ടുന്നു. ചിലർ ജുബ്ബ ഇടുന്നു അല്ലേ,
ചിലര് തോർത്ത് മാത്രം ഇടുന്നു തോർത്ത്, ചിലരാണെങ്കിലോ ചുറ്റിക്കെട്ടി നല്ല വൃത്തിയായിട്ട് തട്ടുടുക്കുന്നു. ചില സന്യാസിമാർ മറ്റു രീതിയിൽ, ഇപ്പം നമ്മൾ തന്നെ നാഗസന്യാസിമാർ, അഖാടകൾ, ഇങ്ങനെ ഓരോരുത്തർ ഓരോ വേഷത്തിൽ ആ കാഷായ വസ്ത്രത്തെ ധരിച്ച് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ശങ്കരാചാര്യ സ്വാമികളുടെ വസ്ത്രരീതിയല്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ തൃക്കേക്കാട്ട് മഠത്തിലോ തെക്കോട്ടുള്ള സ്വാമിമാരുടെ വസ്ത്രരീതിയല്ല അവിടെ വടക്ക് ഉള്ള പല സ്വാമിയാർ മഠങ്ങളിലും കാണുന്നത്. അപ്പോൾ ഈ കാഷായാമ്പരത്തെ വളരെ മനോഹരമായിട്ടോ അല്ലെങ്കിൽ പല രീതിയിലുടുത്ത് ബഹുകൃതവേഷ, അങ്ങനെയുള്ള പലതരത്തിലുള്ള വേഷങ്ങൾ. പിന്നീടോ പശ്യന്ന പീച്ചന പശ്യതി ലോക, പശ്യ എന്താണ്? കാണുക. പശ്യന്ന പീച്ചന പശ്യതി ലോക, കാണുന്നുണ്ട് പക്ഷേ കാണേണ്ടതിനെ കാണുന്നില്ല. അപ്പം ഇവിടെയാണ് ജഗത് മിഥ്യയാണ് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് അല്ലേ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മൾ മിഥ്യ മാത്രമേ കാണുന്നുള്ളൂ. ഈ കാഴ്ച കണ്ണിൽ കാണുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആ സനാതനമായ സത്യമായിരിക്കുന്ന അനശ്വരമായിരിക്കുന്ന ആ സത്യത്തെ നാം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്ന പീചന പശ്യതി ലോക ഉദരനിമിത്തം ബഹുകൃതശോക. അപ്പൊ കാണേണ്ടതിനെ ന പശ്യതി, കാണുന്നില്ല. അല്ലയോ മൂഢ, കാണേണ്ടത് എന്താണ് അത് നീ കാണുന്നില്ല. ഇത് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംസാരം, അവർ തമ്മിലുള്ള ഒരു സംവദിക്കുന്നത് ഒരു പ്രകരണം, ഏകശ്ലോകി പ്രകരണം. കിം ജ്യോതിസ്തവ ഭാനുമാന ഹരിമേ രാത്രോ പ്രദീപാദികം ശ്യാദേവം രവിദീപ ദർശന വിധൗ കിം ജ്യോതിരാഖ്യാഹിമേ ചക്ഷുസ്തസ്യ നിമീലിനാദിസമയേ കിം ധീരധീരോ ദർശനേ കിം തത്ര മതഹോ ഭവൻ പരമകം ജ്യോതിസ്തദസ്മി പ്രഭോ എന്ന്. അപ്പോൾ എങ്ങനെയാണ് പകല് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നുണ്ട്, സൂര്യൻ്റെ പ്രകാശമുണ്ട്. രാത്രിയിലാണെങ്കിൽ പിന്നീട് ചന്ദ്രൻ്റെ പ്രകാശമുണ്ട്. അതുകൂടാതെ ശാദേവം രവിദീപ ദർശന വിധൗ കിം ജ്യോതിരാഖ്യാഹിമേ, ചന്ദ്രൻ്റെ വെളിച്ചമുണ്ട്. പക്ഷേ ചക്ഷുസ്തസ്യ നിമീലിനാദിസമയേ, കണ്ണുകളെല്ലാം അടച്ചു കഴിയുമ്പം എന്താണ്? കിം ധീരധിയോ, എന്താണ് നീ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോഴൊരു പ്രകാശത്തെ കാണാൻ പറ്റുന്നു എന്നാണ്. അപ്പോൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോട്ടം. അപ്പോൾ ഇവിടെ സാക്ഷാല് അതുണ്ടാവുന്നില്ല. എന്താ ഉണ്ടാവുന്നത്? തൻ്റെ ഉള്ളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടാവാതെ പശ്യപിൻ പശ്യന്ന പീച്ചന പശ്യതി ലോക, അല്ലെങ്കിൽ മൂഢ, കാണേണ്ടതിനെ കാണുന്നില്ല. പരമമായ സത്യത്തെ, ആ സനാതനമായ അനശ്വരമായിരിക്കുന്ന ആ സത്യത്തെ കാണാതെ നശ്വരമായ ലോകത്ത് കാണുന്ന, കണ്ണുകൾ കൊണ്ട് കാണുന്ന, എങ്ങനെയുള്ള നഗ്നമായിട്ടുള്ള കണ്ണുകൊണ്ട് മാത്രം കാണുന്നതിനെ മാത്രം വിശ്വസിക്കുന്ന മൂഢനാണ്. അതാണ് പശ്യന്ന പീച്ചന്ന പശ്യതി ലോക ഉദരനിമിത്തം ബഹുകൃതശോക. അങ്ങനെ ഇതെല്ലാം ഈ ഉദരനിമിത്തത്തിന് വേണ്ടി, ഉദരം എന്നാൽ വയറ്. അപ്പം ഭക്ഷണം കഴിക്കുക, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണല്ലോ, ജീവിക്കുക, ഭക്ഷണം കഴിക്കണം. എനിക്ക് എന്നും 3 നേരവും ഭക്ഷണം വേണം എന്നുള്ളതാണ്. ഇത് മൃഗങ്ങൾക്ക് അത്രയും ഇല്ല ഇല്ലേ? പക്ഷെ നമുക്കങ്ങനെയല്ല, 3 നേരം കിട്ടേണ്ട സമയത്ത് കിട്ടണം. ആ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയായിട്ടാണ് ധനം സമ്പാദിക്കുക. അപ്പം അതിനുവേണ്ടി ഉദരനിമിത്തം ബഹുകൃതവേഷം. നമ്മൾ ചില ഈ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറഞ്ഞതാണ്. പല ഈ തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് സന്യാസിമാരെ കാണാം. ചില സന്യാസിമാർ കുറച്ച് നാൾ പണം കൊടുക്കും, വീണ്ടും വീണ്ടും അവർ ചോദിക്കും, അവർ ഫോൺ നമ്പർ ചോദിക്കും. ഇവിടെ എനിക്കൊരു അമ്പലം കെട്ടണം, എനിക്കൊരു അത് കെട്ടണം, അതിന് പണം തരാമോ? ചിലപ്പോൾ 1000 1500 രൂപ കൊടുക്കുമ്പോൾ ഇത് പോരാ, 2000 വേണം, 3000 വേണം എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഫോൺ ചെയ്യും. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്ന പീചന പശ്യതി ലോക ഉദരനിമിത്തം
ബഹുകൃതവേഷം. അവ മനുഷ്യന് പലവിധമായിരിക്കുന്ന വേഷങ്ങൾ കെട്ടിക്കൊണ്ട് ഈ ദുഃഖങ്ങൾ മുഴുവൻ അനുഭവിക്കുക മാത്രമാണ്. സാക്ഷാൽ കാണേണ്ടതായിരിക്കുന്ന ഭഗവാനെ, തൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ അടുത്തറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ പല വിധത്തിലുള്ള വേഷങ്ങളെല്ലാം കെട്ടിയിട്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മുഴുവന് എന്താണ്? സ്വന്തം വിശപ്പടക്കുക എന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഈശ്വര സാക്ഷാത്കാരമില്ല. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. നാരദരുടെ കഥ പറയുകയുണ്ടായി. എന്താണ് കൃഷ്ണന് ഭഗവാന് നാരദരോടല്ല സ്നേഹം, സംസാര ലോകത്തിൽ ജീവിക്കുന്ന ഗൃഹസ്ഥരോടാണ് താല്പര്യം. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ എണ്ണക്കുടവും കൊണ്ട് നടക്കാൻ പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ എന്നിട്ട് ചോദിച്ചു, ആ കർഷകനാണെങ്കിൽ അദ്ദേഹം പണിയെടുക്കുമ്പോഴെല്ലാം തന്നെ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ വിളിക്കുന്നു. പക്ഷേ ഇവിടെ നാരദര് വളരെ ഭക്തനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കുടം കൊണ്ട് ഒന്ന് ചുറ്റി നടക്കുന്നത് വരാൻ പറഞ്ഞപ്പോൾ ഭഗവാനെയൊക്കെ മറന്നു. കാരണം ഈ എണ്ണ വീഴാതെ പിടിച്ചുകൊണ്ട് നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം മറ്റെല്ലാം മറന്നു. അപ്പോൾ അങ്ങനെ ഈ സംസാര ലോകത്ത് അനവധി വിഷമങ്ങളുണ്ട്. അവയെല്ലാം ജീവിച്ച് തരണം ചെയ്യുമ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. അങ്ങനെയുള്ളവനോടാണ് എനിക്ക് ഭഗവാന് താല്പര്യം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെയും എന്താണ്? ഉദര നിമിത്തത്തിന് ബഹുകൃത വേഷം കെട്ടുകയാണ്. പക്ഷെ അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും ഒന്ന് ചെയ്തോളൂ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. പിന്നെ ഒരു കഥയുണ്ടല്ലോ. ഒരു രാജാവും ഒരു കള്ളൻ കൊട്ടാരത്തിൽ കയറിയ ഒരു കഥയുണ്ട്. കള്ളൻ കൊട്ടാരത്തിൽ കയറുന്നു. കള്ളൻ കയറുന്നത് മോഷ്ടിക്കാനാവുമല്ലോ. അവിടെ കയറുമ്പോൾ രാജാവും രാജ്ഞിയും രാത്രിയിൽ ചർച്ച ചെയ്യുന്നത് കേൾക്കുകയാണ്. എന്താണ്? അവിടെ നദീതീരത്ത് സന്യാസിമാർ ഉണ്ട്. കുറച്ച് വളരെ പ്രതാപശാലികളായ സന്യാസിമാരിരിക്കുന്നു. നമ്മളുടെ ഒരു പുത്രിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്ത് കൊടുത്താലോ എന്നാണ്. അങ്ങനെ കൊടുക്കാമെന്ന് ആ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ കള്ളന് തോന്നി, എന്നാൽ ഞാൻ മോഷ്ടിക്കണ്ട, ഞാൻ അവരുടെ ഇടയ്ക്ക് പോയിരിക്കാം. പിറ്റേന്ന് കള്ളൻ അവിടെ പോയി അവരുടെ കൂട്ടത്തിലിരുന്നു. രാജാവ് എൻ്റെ ഭടന്മാരെ അവിടെയൊക്കെ ചെന്ന് നോക്കി. എല്ലാ സന്യാസിമാരോടും ചോദിച്ചു, രാജാവ് മകളെ തരാൻ തയ്യാറാണ്, നിങ്ങൾ ആരെങ്കിലും സ്വീകരിക്കണം. ആർക്കും താല്പര്യമില്ല. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. വേണോ? ഇല്ല. വേണ്ടേ? വേണ്ട. വേണ്ടണം എന്നുള്ള മട്ടിലിരിക്കുന്നു. ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞപ്പം ഇവർ വിചാരിച്ചു എന്നാൽ പോയി മന്ത്രിയോട് പറയാം. മന്ത്രി വന്നു. മന്ത്രി സംസാരിച്ചു. എല്ലാവരോടും ആരും സ്വീകരിക്കുന്നില്ല. ഈ കള്ളൻ കാഷായാമ്പരം ഇട്ട് അവിടെ കയറി നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബഹുകൃത വേഷം. കാഷായാമ്പരമൊക്കെ ഇട്ട് അവിടെ കയറി നിന്നു. കള്ളനോട് സംസാരിച്ചു. കള്ളനും ഒന്നും മിണ്ടുകയില്ല. ഇനി എന്താ? അപ്പോൾ ഇയാൾ വിചാരിച്ചു രാജാവിനോട് തന്നെ പറയാം. രാജാവ് വന്നു ഇദ്ദേഹത്തോട് കാലിൽ വീണ് പറഞ്ഞു, എൻ്റെ മകളെ സ്വീകരിക്കണം, അങ്ങ് മഹാപണ്ഡിതരാണ്, അങ്ങ് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നാ സ്വീകരിച്ചോ? ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഉൾവിളി ഉണ്ടാവുകയാണ്. എന്ത്? ഇത്രയും ആൾക്കാർ, ഞാൻ രാജാവ് വരെ എന്നെ ഒന്ന് നമിക്കുന്നു. ആരെ? ഈ മുനിമാരെ. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠനായിത്തീരുന്ന മുനിയല്ലേ. അപ്പം ഞാൻ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അപ്പോൾ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങുകയാണ് അവിടുത്തെ. അപ്പോൾ അദ്ദേഹത്തിന് ഈ മകളെ, രാജാവിൻ്റെ ഈ പുത്രിയെ സ്വീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് വൈരാഗ്യം സിദ്ധിക്കുന്നു, ഭഗവാനിലോട്ടുള്ള അടുപ്പമുണ്ടായി തുടങ്ങുന്നു എന്നാണ്. ഇങ്ങനൊരു കഥ ഞാൻ കണ്ടു കേട്ടിട്ടുണ്ട്. ഒരു ശ്ലോകം കൂടെ ചൊല്ലിയിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഭഗവദ്ഗീത കിഞ്ചിദധീത ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാപീത സുഹൃദഭിയേന മുരാരി സമർച്ച തസ്യ യമക്കിം കുരുതേ ചർച്ചാം. ഭഗവദ്ഗീത കിഞ്ചിദധീത. എന്താണ് ഭഗവദ്ഗീത? സാക്ഷാൽ ഭഗവദ്ഗീത. കിഞ്ചിദധീത, ഭഗവാനാൽ ഗായനം ചെയ്തിരിക്കുന്നതാണ് ഭഗവദ്ഗീത. ആ ഗീത കിഞ്ചിത്, കുറച്ചെങ്കിലും, ഒരല്പമെങ്കിലും
ഭഗവത്ഗീത കിഞ്ചിദധീത. അധീത എന്ന് പറഞ്ഞാൽ തൻ്റെ വശത്താക്കിയിട്ടുണ്ടെങ്കിൽ, അധീനത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവത്ഗീത ഒരല്പമെങ്കിലും, കിഞ്ചിത് ഒരല്പമെങ്കിലും അധീത വശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ധരിച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭഗവത്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാപീത. അതേപോലെ തന്നെ എന്താണ്? ഗംഗാജല ലവകണിക, ഗംഗാജലത്തിൻ്റെ ഒരു 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 കണിക, ഒരല്പം, എന്താ, ഒരു തുള്ളിയെങ്കിലും പീത. പീത എന്നാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ, പാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടോ? സുകൃതപിയേന മുരാരി സമർച്ച. സുഹൃതം കൊണ്ട്, അപ്പം ജന്മാന്തരകൃതം ഉണ്ടെങ്കിൽ മാത്രമേ, സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ ഓർക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സുഹൃതം കൊണ്ട് സുകൃതപിയേന മുരാരി സമർച്ച. മുരാരി ആരാ? സാക്ഷാൽ മുരാരി ഭഗവാനെ സമർച്ച. സ അർച്ച, അർച്ചയല്ല, വേണ്ടും വണ്ണം, അതാണ് സ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. സമർച്ച, വേണ്ടും വണ്ണം അർച്ചന ചെയ്തിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ ഭഗവാന്, സാക്ഷാൽ കൃഷ്ണന്, സാക്ഷാൽ നാരായണന്, ഗോവിന്ദന് വേണ്ട വിധം അർച്ചനകളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇവയാണ് ഭഗവത് അർച്ചനകൾ. ആ രീതികൾ എപ്പോഴെങ്കിലും ഭഗവാന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭഗവാനോട് ഒരു അർച്ചന നടത്തിയിട്ടുണ്ടെങ്കിൽ, സമർച്ചന, വേണ്ടും വണ്ണം അർച്ചനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, തസ്യ യമക്കിം കുരുതേ ചർച്ച. തസ്യ എന്നാൽ അങ്ങനെയുള്ളയാളുടെ അങ്ങനെയുള്ള തസ്യ അവൻ്റെ കാര്യത്തില് യമ എന്നാൽ യമധർമ്മരാജാവ്, യമൻ അല്ലെങ്കിൽ കാലാന്തകൻ എന്താണ്? കിം ചർച്ചാം, എന്ത് ചർച്ചയായിരിക്കും? കുരുതേ കിം കുരുതേ ചർച്ചാം, കിം കുരുതേ ചർച്ചാം, കിം ചർച്ചാം കുരുതേ, എന്ത് ചർച്ചയായിരിക്കും ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഭഗവത്ഗീതാ പാരായണവും അതുപോലെ തന്നെ ഗംഗാതീർത്ഥ സേവയും എങ്ങനെ സാക്ഷാൽ ഭഗവാനെ, ഗോവിന്ദ പൂജയും എല്ലാം ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ച്, അയാളെ കുറിച്ച് യമൻ എന്തായിരിക്കും ചിന്തിക്കുക, എന്ത് കാര്യങ്ങളായിരിക്കും കാരണം ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരാളെ പറ്റി ഭഗവാൻ, യമൻ ചിന്തിക്കുക പോലുമില്ല എന്നാണ് ഈ ഗീതയുടെ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ഗീതായ പുസ്തകം എത്ര പാഠപ്രവർത്തതേ തത്ര സർവാണി തീർത്ഥാനി പ്രയാഗാദീനി തത്ര വൈ എന്നാണ്. എന്താണ്? ഗീതായ പുസ്തകം എത്ര പാഠപ്രവർത്തതേ, ഗീതാപുസ്തകം എവിടെയൊക്കെ ഉണ്ടോ, എത്ര പാഠപ്രവർത്തതേ, എവിടെയെല്ലാം ആ ഗീതാപഠനം നടക്കുന്നുവോ, തത്ര സർവാണി തീർത്ഥാനി, അവിടെയെല്ലാം പ്രയാഗ മുതലുള്ള സർവതീർത്ഥങ്ങളും, തത്ര സർവാണി തീർത്ഥാനി പ്രയാഗാദീനി തത്ര വൈ, പ്രയാഗ മുതലുള്ള സകല തീർത്ഥസ്ഥാനങ്ങളും നൽകുന്ന അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം തീർത്ഥസ്ഥാന ഫലം നൽകുന്ന തീർത്ഥദേവതകളെല്ലാം തന്നെ അവരുടെ ദിവ്യരൂപങ്ങളോടുകൂടി ആ ഗീത എവിടെയാണോ ഗീതാ പുസ്തകമുള്ളത്, എവിടെയാണോ ഗീതാപഠനം നടക്കുന്നത്, അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ സകല ദേവീദേവന്മാരും അല്ലെങ്കിൽ ഈശ്വരന്റെ സാന്നിധ്യം ആ ഗീതാപഠനം ഉണ്ടാകുന്നിടത്തുണ്ടാകുന്നു. ഈശ്വരൻ തന്നെയല്ലേ ആരാണ് പറഞ്ഞു തന്നിരിക്കുന്നത്? ഇപ്പൊ നമ്മള് ഭാഗവതത്തിൽ പറയുന്നത് പോലെ ഭാഗവതം സാക്ഷാൽ ഭഗവാനാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഗീത പറഞ്ഞിരിക്കുന്ന സാക്ഷാൽ ഭഗവത് വചനങ്ങൾ തന്നെയാണ്, ഭഗവാനെ തന്നെയാണ് അതിലൂടെ നാം കാണുന്നത് എന്നാണ്. പിന്നീടോ സർവേ ദേവാശ്ച ഋഷയോ പന്നഗാശ്ചേ ഗോപാല ഗോപികാവാപി നാരദോദ്ധവപാർഷണൈ സഹായോ ജായതേ ശീഘ്രം എത്ര ഗീതാ പ്രവർത്തതേ. അപ്പൊ ഗീതാപഠനം നടക്കുന്ന ദിക്കിലെല്ലാം തന്നെ ദേവന്മാര്, യോഗികള്, സർവദേവതകള്, ഗോപാലന്മാര്, ഗോപികള്, നാരദര്, ഉദ്ധവര് മുതലായ ശ്രേഷ്ഠന്മാരും ഭഗവത് ശ്രേഷ്ഠന്മാരും എല്ലാവരോടും കൂടി ആ പാഠ്യകർത്താവിനെയും പഠിപ്പിക്കുന്നയാളെയും, അതാണ് കർത്താവിനെയും, അതേപോലെ തന്നെ ഇത് പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ കേൾക്കുന്നവരെയും അനുഗ്രഹിക്കുന്നു. അതിനനുഗ്രഹിക്കാനായിട്ട് അവരെല്ലാവരും അവിടെയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത കിഞ്ചിത് അധീത എന്ന് പറയുന്നത്. ഒരല്പമെങ്കിലും ഭഗവത്ഗീത, ഒരല്പമെങ്കിലും
നിത്യം പഠിച്ചാലൊന്നും മറ്റു ഫലങ്ങളാണ് ഭഗവത്ഗീതയുടെ മഹാത്മ്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരല്പമെങ്കിലും ഭഗവത്ഗീത ചൊല്ലുക കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ ഓർത്തു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇവിടെ യമകിങ്കരൻ പറയുന്നത് എന്നാണ്. അപ്പൊ യമകിങ്കരൻ പറയുന്നതിന്റെ അത് 6-ാമത്തെ സ്കന്ധത്തിലാണെന്ന് തോന്നുന്നു, അജാമിളോഖ്യാനത്തിലുണ്ടല്ലേ. അജാമിളോഖ്യാനത്തില് സാധാരണ ഇവര് ചോദിക്കുന്നു, എന്താണ് ഇദ്ദേഹം യമകിങ്കരന്മാര് വന്നിട്ട് പിടിക്കാൻ പറ്റാതെ പോകുന്നു അല്ലേ. അപ്പൊ യമകിങ്കരന്മാരോട് സാക്ഷാൽ യമൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ജിഹ്വാനവക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ച നസ്മരന്തി തച്ചരണാരവിന്ദം കൃഷ്ണായനോ നമതി യക്ഷരേകദാവി താനാനയധ്വമസതോ കൃത വിഷ്ണുകൃത്യൻ. ഭഗവാന്റെ ദിവ്യഗുണങ്ങൾ വ്യക്തമാക്കുന്ന നാമം ഒരിക്കലെങ്കിലും അപ്പൊ കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലെങ്കിലും ഉച്ചരിക്കാത്തവരും ഭഗവത് പാദത്തില് തീരെ സ്മരണയില്ലാത്തവരെയും സച്ചിദാനന്ദമൂർത്തിയെ ഒരിക്കലെങ്കിലും നമസ്കരിക്കാത്തവനും ഭാഗവത ധർമ്മം ഒരിക്കൽ പോലും അനുഷ്ഠിക്കാത്തവരുമായിരിക്കുന്ന കൂട്ടരെ പിടിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ എന്തു പറ്റി? ഇവിടെ അതിന് പറ്റിയിരുന്നില്ല. കാരണം മരണാസന്നനായിരിക്കുന്ന അജാമിളൻ ഭയപ്പെട്ട് പുത്രനെ വിളിച്ചു. മ്രിയമാണോ ഹരേർ നാമ ഗൃണൻ പുത്രോപചാരിതം അജാമിളോപ്യഗാധാമ കിം പുനഃശ്രദ്ധയാ ഗൃണൻ. നാരായണ എന്ന് വിളിച്ചു എന്നാണ്. അപ്പോൾ തൻ്റെ പുത്രനെ നാരായണ എന്ന് വിളിച്ചുകൊണ്ട് യമൻ കിങ്കരന്മാരോട് ഇവരെ ഒന്നും ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് മോക്ഷം കിട്ടി, നാരായണ പദങ്ങളിൽ എത്തിച്ചേർന്നു എന്ന കഥ ഭാഗവതം പഠിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കാതിരിക്കുകയും ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ സ്മരിക്കാത്തതും ഒരുമായിട്ട് ഒരിക്കൽ പോലും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാക്ഷാൽ ഗോവിന്ദന്റെ നാമം ഉച്ചരിക്കാതെ ഗോവിന്ദനെ നമസ്കരിക്കാതിരിക്കുന്ന പല നമസ്കാരത്തിന് വേണ്ടിയാണെന്ന് അംബരീഷൻ പറഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പം അദ്ദേഹം തൻ്റെ ഓരോ മനുഷ്യന്റെ ശരീരം എന്തിനു വേണ്ടിയാണെന്ന് അംബരീഷ ചരിത്രത്തിൽ പറയുന്നുണ്ട്. മനേ സവേമന കൃഷ്ണപദാരവിന്ദയോർ എന്ന ശ്ലോകത്തിലൂടെ. അപ്പോൾ ഒരിക്കൽ പോലും ഭഗവാനെ നമസ്കരിക്കാതിരിക്കുന്നവനുമായിരിക്കുന്ന ആൾക്കാരെ മാത്രം പിടിച്ചോണ്ട് വരൂ എന്നാണ്. അപ്പം നമുക്കെല്ലാം മോക്ഷം കിട്ടുവാന് ഈ കാലഘട്ടത്തിൽ ഈ ഏറ്റവും കലികാലത്തിലാണ് ഏറ്റവും സുഖം. കാരണം കർമ്മം ചെയ്തുകൊണ്ട് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈശ്വര സാക്ഷാത്കാരം നമുക്കും ഉണ്ടാകും. അപ്പം നല്ല മനസ്സ് നമുക്ക് ഉണ്ടാവട്ടെ. അതിന് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇത്രയും ഈ 3 ശ്ലോകങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം ഇവിടെ അവസാനിപ്പിക്കാം. ഈ ശ്ലോകങ്ങളിൽ എന്തെങ്കിലും പുതിയ രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് പറയാം. മറ്റ് അർത്ഥങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അതും പറയാം, നമുക്ക് കേൾക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. അതില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വായിക്കാനുണ്ടെങ്കിൽ ഈ 2-3 ശ്ലോകങ്ങൾ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ജയശങ്കര. ആരെങ്കിലും വായിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ ചിന്തിക്കാം കേട്ടോ, അതും ചോദിക്കാം. അതല്ല മറ്റേതെങ്കിലും രീതിയിൽ എന്തെങ്കിലും, കാരണം നിങ്ങളെല്ലാം പല കാര്യങ്ങൾ കേൾക്കുന്നതും പഠിക്കുന്നതുമാണ്, എന്തെങ്കിലും അർത്ഥങ്ങളോ ഭാവങ്ങളോ വ്യത്യാസമുണ്ട് അതും പറഞ്ഞു തന്നാൽ നമുക്കത് ചിന്തിക്കാം, മനസ്സിലാക്കാം. ചൊല്ലിക്കോട്ടെ. ജയശങ്കര. ആയിക്കോട്ടെ. യാവദ്വിത്തോപാർജന സക്തഃ താവന്നിജ പരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി കേഹേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര. ബുക്കില്ല, ബൈഹാർട്ടായത് ചൊല്ലിയതാണ് ജയശങ്കര. വളരെ ഭംഗിയായി. അടുത്തത് ആരെങ്കിലും? ജഡിലോ മുണ്ടി
ലുഞ്ചിത കേശ. ആരാണ് ചൊല്ലുന്നത്? ഉഷപ്പള്ളി ചൊല്ലിക്കോളൂ. അത് ഓർഡർ ശരിയല്ലാത്തോണ്ട് ഇച്ചിരി താമസിക്കുമായിരിക്കും. അത് കുഴപ്പമില്ല. യാവദ്വിത്തോ വാർജന സക്ത താവന്നിജ പരിവാരോ രക്ത പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്നപി ജന പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃതവേഷ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭഗവത്ഗീത അതാണ് അടുത്തത്. കിഞ്ചിദധീത. ഞാൻ നോക്കിക്കോട്ടെ. പക്ഷെ അതിന്റെ ഈ ഹ്യുദര നിമിത്തം എന്താ അങ്ങനെ? ഉദര നിമിത്തം. ഹ്യൂ ആണല്ലോ. അല്ല, അത് എഴുതുന്നതിന്റെ മലയാളത്തിലോട്ട് സംസ്കൃതത്തില് ലോകാഹ എന്നാണ്. ലോക രണ്ട് കുത്തു വന്നു. ലോകാഹ ലോകാഹ ദ്യുതരം പിന്നെ ഉദരം, അങ്ങനെ ഹായും ഊയും കൂടെ ഒന്നിച്ച് വന്നിട്ടാണ് അങ്ങനെ ഹ്യൂ വന്നിരിക്കുന്നത്. ശരിക്കും ലോക ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഉദര നിമിത്തം എന്നാക്കി ലോക. അതുകൊണ്ടാണ് മലയാളികൾ സംസ്കൃതം ചെല്ലുമ്പോൾ ഹാ വെളിയിലോട്ട് വരാറില്ല. മലയാളത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ എന്റെ ബുക്കിനകത്ത് ഹായും യൂവും കൂടെ അത് ഇതുകൊണ്ടാണ്. ശരിക്കും ചെടിലോ മുണ്ടി ലുഞ്ചിത കേശ. അപ്പൊ കേശ നമ്മൾ പറയാമല്ലോ, കേശ കേശ കാഷായാംബര ബഹുകൃതവേഷ. ഷായുള്ളപ്പോൾ അവിടെ ഹ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീടോ പശ്യന്ന പീച്ചന്ന പശ്യതി ലോക. അപ്പൊ ലോകാഹ എന്നാണ്. ലോകാഹ പിന്നെ പെട്ടെന്ന് അടുത്ത ഉദരമാണ്. അപ്പം ലോകാഹ ഉ എന്നുള്ളതാണ്. ഹായും ഊയും കൊടുത്തിട്ടാണ് ഹ്യുദരം എന്ന് എഴുതിയിരിക്കുന്നത്. അത് സത്യത്തില് ലോക നിർത്തുക, ഉദരനിമിത്തം ബഹുകൃത ശോക എന്ന് ചൊല്ലാം. ഉദരനിമിത്തമാണ്. അത് എഴുതിയിരിക്കുന്ന തെറ്റല്ല, ആ സംസ്കൃതം മലയാളത്തിലോട്ട് എഴുതി വന്നിരിക്കുന്നതിന്റെ വ്യത്യാസമാണത്. അല്ല, എന്റെ ഇരിക്കുന്ന സംസ്കൃതമാണ്. അതിലങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? മൂഢ കഴിഞ്ഞ് വിസർഗം. മൂഢ എന്നുള്ളതിന് രണ്ട് കുത്തില്ല, വരയായിരിക്കും ഇട്ടിരിക്കുന്നത്. പശ്യന്നപിജന പശ്യതി മൂഢ. മൂഢ വിസർഗമുണ്ട്. അത് കഴിഞ്ഞ് ഹ്യുദര നിമിത്തം ബഹുകൃത വേഷ. ഉദരം എന്ന് തന്നെ വരണ്ടുള്ളൂ. ഉദര നിമിത്തമാണത്. അടുത്തത് ചൊല്ലട്ടെ. ചൊല്ലിക്കോളൂ. ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാപീത സുകൃതപീയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര. ജയശങ്കര. ഞാനേ പുസ്തകം എന്റെ കയ്യിലില്ല. എന്റെ പുസ്തകം അവിടെ ഇരിക്കുക. വെയിറ്റ് കൂടുതലായിരുന്നുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാൻ നെറ്റി നോക്കി വായിക്കുന്നു. നിജ പരിവാരോ രക്ത പശ്യൻ പശ്ചാജീവനി
പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താങ്കോപിന പൃച്ഛതി ഗേഹേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ജടിലോ മുണ്ടീലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്നപി ചന പശ്യതി മൂഢ ഹൃദരനിമിത്തം ബഹുകൃതവേഷ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജലലവകണികാ പീത സഹൃദതിജേന സഹൃദപിചേന സഹൃദപിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ച ചർച്ച ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ ഉണ്ണികൃഷ്ണനാഥന്റെ പുസ്തകത്തിൽ ആ സംസ്കൃതത്തിൽ അത് തെറ്റല്ല, അത് ഹാ എന്നും ഇവിടെ ഊ എന്നും ഉള്ളതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സത്യത്തില് സംഗതി ശരി തന്നെയാണ് കേട്ടോ, തെറ്റല്ല അത്. ആ ഹാ ലോകാഹ ഒന്നിച്ചു വായിക്കണം എന്നുള്ളത് കൊണ്ടാണത്. ബുക്ക് ഞാൻ സംസ്കൃതത്തിൽ അങ്ങനെ വരും, സംസ്കൃതത്തിൽ കറക്റ്റ് അത് തെറ്റൊന്നുമില്ല അത്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് മലയാളത്തിൽ എഴുതുന്നത് പലതും സംസ്കൃതത്തില് മലയാളത്തിലേക്ക് എഴുതുമ്പോ പല അക്ഷരങ്ങൾക്ക് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സംസ്കൃതത്തിലാവുമ്പോ ലീന ചേച്ചി എന്തോ ചോദിക്കാൻ വന്നല്ലോ. ലീല ചേച്ചിയാണോ എന്തോ ചോദിക്കുന്നത് കേട്ടല്ലോ. ഇതിനകത്ത് തന്നെ ഞാൻ ഈ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞ ഭാഗവതത്തിൽ പറയുന്ന ഒരു പഞ്ചമോധ്യായത്തില് ഈ ധനം സമ്പാദിക്കുന്നതിനെ പറ്റി അത്യധികമായ ആ വിഷയ സമ്പാദനത്തിന് യത്നിക്കുന്നവന് ശ്രേയസ്സൊന്നും അറിയാതെ അന്യോന്യ വൈര്യത്തോടെ സുഖാഭാസത്തിന് അനന്ത ദുഃഖമാണ് എന്നൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ലോക സ്വയം ശ്രേയസി നഷ്ടദൃഷ്ടർ യോ അർത്ഥാൻ സമീഹതേ നികാമകാമ അന്യോന്യവൈര സുഖലേശഹേതോരനന്ത ദുഃഖം ചനവേദ മൂഢന്മാര് അറിയുന്നില്ല, വേദം അറിയുന്നില്ല എന്ന് ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധത്തിൽ പറയുന്നുണ്ട്, 5-ാം അധ്യായത്തിൽ തന്നെ. പറയാൻ വിട്ടുപോയി ഞാൻ. മൂന്നാമത്തെ ശ്ലോകത്തിനകത്ത് എന്റെ പുസ്തകത്തിനകത്ത് സുഹൃദപി യസ്യ മുരാരി സമർച്ച എന്നാണ്. സുഹൃദപി യസ്യ മുരാരി കുഴപ്പമില്ല, ഏന യസ് ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ കൂട്ടിച്ചേർക്കുന്ന വാചകങ്ങളാണ്. അത് കുഴപ്പമില്ല. ചർച്ച എന്താ 4-ാമത്തെ വരിക്കകത്ത് തസ്യ കുരുതേ ചർച്ച ശരിയാ, തെറ്റൊന്നുമില്ലല്ലോ. തസ്യ അവന്റെ കാര്യത്തില് എന്നാണ്, അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാമല്ലേ? സമയം അതിക്രമിച്ചിരിക്കുന്നു. സമയമായി. എന്തായാലും ഇന്നത്തെ ഈ പഠന പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഗുരുനാഥനും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ജയശങ്കര. ജയശങ്കര. നമസ്തേ. ജയശങ്കര. ജയശങ്കര.